ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിനെയും അനാമികയുമാണ് കാണിക്കുന്നത്. വേണു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരികയാണ്. മോളെ 7ാം മാസത്തെ ചടങ്ങിന് അനന്തപുരിയിലേക്ക് നമ്മുടെ നന്ദു വരുമോ? അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, നന്ദു വരുമായിരിക്കും, അല്ലെങ്കിൽ വരത്തില്ലായിരിക്കും. പക്ഷേ വന്നില്ലെങ്കിൽ ഞാനും പോകത്തില്ല, പക്ഷേ വരുവാണെങ്കിൽ ഞാൻ പോവും തീർച്ചയായിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് തന്നെയല്ല, എൻ്റെ സ്ഥാനത്ത് അവൾ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേണു അങ്ങനെ തല ആട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനെ അമ്മ വന്നിട്ട് ജ്യൂസൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, എന്താണേലും മോൾ ഇന്ന് പോകാതിരുന്നത് മോശമായെന്ന് പറയുന്നുണ്ട്. അതാ എനിക്കും പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മോള് പോകണ്ടേന്നിങ്ങനെ ചോദിക്കുവേ വേണു. അന്നത്തേക്കിനെ അനാമിക പറയുകയാണ്, നടന്നതൊക്കെ അച്ഛൻ മറന്നുപോയോ? അവൾ എൻ്റെ കാരണം തടിച്ചവളാണ്, എന്നിട്ട് അതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളും അവളുടെ അനിയത്തിയൊക്കെ വലിയൊരു രഹസ്യം അടക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ദേവയാനി ചേച്ചി കുടിച്ച പാലിൽ വിഷം കലർത്തിയ നമ്മളാണെന്ന് അറിഞ്ഞെന്നാൽ അവിടെ ആരെങ്കിലും സഹിക്കുമോ മോളെ? അതുമല്ല, പിന്നെ എൻ്റെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ടേ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ പരിസരം മറന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതികരിച്ചെന്നും വരും. അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവളുമാരെ വിജയിക്കാൻ വേണ്ടിയിട്ട് നടന്നൊക്കെ ഒച്ചത്ത് വിളിച്ച് പറഞ്ഞെന്നും വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുകയാണ്, മനുഷ്യ, നിങ്ങൾക്ക് ലോകത്തുള്ള സകല കുണ്ടകളെ അറിയാമല്ലോ, എന്നിട്ട് നമ്മളെ തല്ലിയവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്നിങ്ങനെ വേണുവിനോട് ചോദിക്കുവാണേ. അവളെ തല്ലുകൊള്ളിക്കാൻ നോക്കിയിട്ട് തല്ലുകൊണ്ട് കിടന്നത് നമ്മൾ രണ്ടാളുമാണ്. അപ്പോൾ വേണു പറയുന്നുണ്ടേ, ഇപ്പം നമ്മുടെ ദോഷ സമയമാണ്, അതുകൊണ്ട് നമ്മൾ ഇടങ്കൂറിൽ നിന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് തന്നെയല്ല, അവൾ SI ആകാൻ പോകുന്ന പെണ്ണാണ്. അവൾ SI ആകുന്നതിന് മുന്നേ മോള് എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കണം എന്നിങ്ങനെ അമ്മ അനാമികയോട് പറയുകയാണേ. സ്വത്തും പണമൊക്കെ കൈക്കലാക്കണമെന്ന് നമ്മളെ കഴിഞ്ഞും ഒരു ഉപരിയായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അഭിയേട്ടൻ്റെ അമ്മയും ഒക്കെ. എന്നാൽ ഇത്രയും നാളായിട്ടും അവർക്കൊന്നും അതിന് സാധിച്ചിട്ടില്ല. എങ്കിലും അവർ അനന്തപുരി ട്രസ്റ്റിലെ അംഗങ്ങളാണ്. മോളെ അങ്ങനെ അംഗമാക്കിയിട്ടുണ്ടോ? മോള് അതിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം, എന്താ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് ട്രസ്റ്റിൻ്റെ അകത്ത് അവിടെ വന്നിട്ടുള്ള മരുമക്കൾ ആരും അംഗങ്ങളല്ല, പിന്നെ എന്നെ അംഗമാക്കാൻ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ അമ്മ പറയുകയാണേ, മോള് അനിയുടെ അമ്മയുമായിട്ട് സൗഹൃദം കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. തന്നെയല്ല, എപ്പോഴെങ്കിലും അനിയുമായിട്ട് പിരിയുവാണെങ്കിൽ മോൾക്ക് അതിന് തക്കതായ കോമ്പൻസേഷൻ കിട്ടണം. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദുകുട്ടനെയാണ് കേട്ടോ. നന്ദുകുട്ടൻ ഇങ്ങനെ ഒരു പിങ്ക് കളർ ഷർട്ടും വൈറ്റ് പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. മുഖത്ത് ചെറുതായിട്ട്